ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ആരോപണം. ബൈപ്പാസ് സർജറിക്ക് ശേഷം മുറിവുണങ്ങുന്നില്ലെന്ന് പരാതി. തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി സജിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 6 മാസം മുൻപാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ നടന്നത്. ഇതുവരെയും നെഞ്ചിലെ മുറിവുണങ്ങിയിട്ടില്ല. മലർന്നു കിടന്നൊന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. മുറിവുണങ്ങാത്തത് കാരണം ബെൽറ്റ് ഇട്ട പ്രശ്നമാണെന്നാണ് ഡോക്ടർമാരുടെ മറുപടി. നിരവധി പേർക്ക് സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് സജിയുടെ ആക്ഷേപം. മാസം കഴിഞ്ഞു ഇതുവരെ എൻ്റെ മുറിവ് ഉണങ്ങി എനിക്കതൊന്നും മനസ്സമ്മാനായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. എൻ്റെ ഈ ഹോസ്പിറ്റൽ വർഷം കഴിഞ്ഞിട്ട് 6 ഡോക്ടർമാരായി കൈമാറുന്നത് തന്നെ. അപ്പോൾ അതൊരിക്കലും നമുക്കൊരു സക്സസ് ആയിട്ട് വരുന്നില്ല. ഈ 6 ഡോക്ടേഴ്സ് വരുമ്പോഴും ഈ മുറിവിനെ കുത്തിപ്പൊളിച്ചു പിന്നെ അത് തിരികെ വെച്ച് കുത്തിപ്പൊളിച്ചു 6 മാസമായിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ മുറിവുണങ്ങാത്ത കാര്യം ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു അകത്തൊരു ബെൽറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അത് സൂട്ടായില്ലെങ്കിൽ, ചില ആൾക്കാർക്ക് അത് സൂട്ടായില്ലെങ്കിൽ അത് ഇങ്ങനെ ഇത് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മാസം കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത സാമ്പത്തികമായിട്ട് ഞാൻ ഹാങ് ചെയ്ത് കളയും. എനിക്ക് ഒരിക്കലും ഇനി ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്കൊരിത് വേണ്ട, നീതിയും വേണ്ട, ഓപ്പറേഷനും വേണ്ട. സാന്ത്വന സാജുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സാന്ത്വന, മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് പോലെ ഈ ബെൽറ്റ് ഇട്ടത് കൊണ്ടാണോ മുറിവുണങ്ങാത്തത്? അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതായത് ഷുഗർ പോലെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇപ്പോൾ സാഹചര്യം? ആരോഗ്യസ്ഥിതി എന്താണ്? ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ് ഈ ഘട്ടത്തിൽ വരുന്നത്? അവരുതായി സർക്കാർ ആശുപത്രികളിലെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ ഗുണനിലവാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശിയായ സജിയുടെ ഒരു ബുദ്ധിമുട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ ജൂലൈ 27-നാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ബൈപ്പാസ് സർജറി ചെയ്തത്. 8 ബ്ലോക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഓപ്പൺ സർജറിയായ ബൈപ്പാസ് ചെയ്തത്. നമുക്ക് ആ മുറിവുകൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്, വലിയ രീതിയിലുള്ള മുറിവ്. അതിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരോടും ഡോക്ടർമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ ഒരു 1-2 മാസം, കൂടിപ്പോയാലൊരു 3 മാസം ഒക്കെ കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങേണ്ടതാണ്. പക്ഷേ സജിയുടെ കാര്യത്തിൽ മാസം ഇപ്പോൾ 6 കഴിയുകയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അന്ന് പോലും അദ്ദേഹം അവിടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, മുറിവ് ഉണങ്ങിയത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് നമ്മളെ കാണുകയും ഈ ബുദ്ധിമുട്ട് പറയുകയും ഒക്കെ തന്നെയും ചെയ്തത്. ഇപ്പോഴും ആ മുറിവിനകത്തുകൂടെ ഇങ്ങനെ പഴുപ്പടക്കം വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഈ ഡോക്ടർമാരോട് മറ്റും എന്താണ് ഇതിന് പിന്നിലെ കാരണം, എന്തുകൊണ്ടാണ് തന്റെ മുറിവ് ഉണങ്ങാത്തത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സർജറിക്ക് ശേഷം ഇട്ട ബെൽറ്റ്, അതിനകത്തിട്ട ബെൽറ്റിൽ ഉണ്ടായ ചില പ്രശ്നമാകാം ഈ ഇത്തരത്തിലൊരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് സജി തന്നെ പറയുന്നത്. നമ്മളിപ്പോൾ ആരോഗ്യ വിദഗ്ധർ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരിതുമായി ബന്ധപ്പെട്ട യാതൊരു മറുപടി ഉയർത്തിയ ആരോപണം, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് വളരെ ഗൗരവതരം തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത് എന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.